മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ ശിവലിംഗ ബിംബത്തിൽ മുഖം ചാർത്താറുണ്ട്. വെള്ളിയിലോ പഞ്ചലോഹത്തിലോ ഒക്കെ തീർത്തെടുക്കുന്ന ശിവരൂപം, മുഖമോ അങ്കിയോ ഒക്കെ ഈ ശിവലിംഗ ബിംബത്തോട് ചേർത്ത് ഘടിപ്പിച്ച് അതിൽ പൂജകൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു പരിധിവരെ ഒരു ദർശന സായുജ്യത്തിനു കൂടിയാണ്. എന്നാൽ മൂലബിംബമെന്ന് പറയുന്നത് അർദ്ധഗോളാകൃതിയിലുള്ള ഈ ശിവലിംഗമായിരിക്കും. സൂക്ഷ്മബോധത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അടയാളം എന്നാണ് വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആദിമധ്യാന്തരഹിതമായ പരബ്രഹ്മത്തിൻ്റെ അടയാളം ഏതാണോ അതിന് ഒരു നിശ്ചിത സൂക്ഷ്മ ആകൃതി ഉണ്ടാവുക സ്വാഭാവികമല്ല. അതുകൊണ്ടാകണം അവ്യക്തതയെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ആകൃതി ആ ബിംബമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് കാരണം.